ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞ ഗെയിം ഓടിക്കാനായിട്ടാണ് വന്നേക്കണത്. ഒരു മിനിറ്റ് ഗൈസ്, നമ്മൾ സൗണ്ട് ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. സൗണ്ട് ഉണ്ട്, സൗണ്ട് കൂടുതലാണ് ഗൈസ് അല്ലേ? സൗണ്ട് കുറവാണ്. വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെ കേൾക്കണേന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളെ എങ്ങടാ പോകേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടെർമിനാലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മളിത്തവണ സിഗ്നലൊക്കെ പാലിച്ചാണ് പോകുന്നത്, നിയമങ്ങളൊക്കെ പാലിച്ച് പയ്യാണ് പോകുന്നത്. അതിന് മുമ്പ് കുറേ വണ്ടിയൊക്കെ ഇടിച്ചേർന്നു, അതൊന്നും സീനില്ല ഗൈസ്. നമ്മളിപ്പോൾ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ റെഡ് ലൈറ്റാണ്. ഇപ്പോൾ നമ്മൾ റെഡ് ലൈറ്റ് മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതെന്താണ് മാറാത്തേ? നമുക്ക് അങ്ങോട്ട് പോയാലാ? പോവാണ് ഗൈസ്. ഈ സിഗ്നൽ കേടായ സിഗ്നലാണ്, അതുകൊണ്ട് ഈ നിയമം പാലിക്കണമെന്നില്ല, കാരണം ഇത് കേടായ സിഗ്നലാണല്ലോ ഗൈസ്. അപ്പം നമ്മൾ എൻ്റെ പൊന്നളിയ, ഈ ബാങ്കാരനെന്താ കാണിച്ചേ? നേരെ ഇടിച്ച് കയറി അങ്ങോട്ട് വന്ന് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് ഏതായാലും ഇപ്പം ഒന്ന് സ്പീഡിൽ അങ്ങോട്ട് പോവാം. നമ്മൾ ചുരം കയറുന്ന വഴി കൂടിയാണ് കേട്ടോ പോകണത്. ചുരം കയറുന്ന സ്ഥലത്തെത്താൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് കിടക്കണം, മനസ്സിലായോ? അപ്പോൾ നമ്മളാണ് ഈ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചുരം കയറുന്ന സ്ഥലത്ത്. അപ്പോൾ നിങ്ങളെന്തായാലും ചുരം കയറുന്ന സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ കാണാം എന്ന് ഞാൻ പറയുന്നില്ല ഗൈസ്. നമ്മൾ എന്തായാലും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഗൈസ്, നമ്മൾ ഓവർടേക്ക് എടുക്കാൻ നോക്കിയപ്പോൾ വണ്ടി വന്ന്, അയ്യോ ഗൈസ് ഒന്നും പറ്റിയിട്ടില്ല, സീനില്ല. നമ്മൾ സ്വിട്ടടിക്കുകയാണ് ഗൈസ് സ്പീഡിൽ. നമ്മുടെ വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ ഡോൺ എന്നാണ് കേട്ടോ. ഞാൻ ഡോൺ എന്ന് പറഞ്ഞ ബസ് ലിവറിയാണ് ഇട്ടേക്കണത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വളയ്ക്കണം. ഭാഗ്യത്തിന് ഇവിടുത്തെ സിഗ്നൽ കാര്യങ്ങളൊക്കെ ഗ്രീൻ ആയിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്കും, അതുകൊണ്ട് നമുക്ക് അത്ര സീൻ ഉണ്ടായില്ല. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദൂരെ നിന്ന് കയറ്റിയ ആൾക്കാരെ നമ്മൾ ഇറക്കാൻ വന്നേക്കാണ്. അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ ചുരം കയറ്റാൻ കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ കയറ്റിയേക്കുന്ന ആൾക്കാരെ ഓൾറെഡി ചുരം കയറ്റി കഴിഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെന്തായാലും ആൾക്കാരിവിടെ ഇറക്കാണ് നൈസായിട്ട്. ഇപ്പോൾ ആൾക്കാർ ഇറങ്ങിയപ്പോൾ നൈസ് കണ്ടോ, ഇതാണ് നമ്മുടെ ബസ്. ഡോൺ എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചുരം കയറിയപ്പോൾ സീനില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 22 രൂപ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ആൾക്കാരെ എടുക്കാൻ പോകണം. എന്താ വർക്കാവണില്ല? ഗൈസ് നമ്മളെ ആൾക്കാരെ എടുത്തിനി നമ്മൾ ഡെസ്റ്റിനേറ്റഡ് ഏരിയയിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും ചുരം കയറുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മളേതായാലും വേഗം തന്നെ ആൾക്കാരെ കയറ്റാണ്. ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് നൈസായിട്ട്. നമ്മളാണെങ്കിൽ നൈസായിട്ട് വണ്ടി ഓടിച്ച് പോവാണ് ഗൈസ്. നമ്മളെ ഗ്രാഫിക്സൊക്കെ അന്യായ ഒരു കിട്ടുന്ന സാധനമാണ് ഈ ഗെയിമിൽ. ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞ ഗെയിം നല്ല അധികം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പക്ഷേ എൻ്റെ ലൈറ്റൊക്കെ ഉണ്ടോ? ഫുഡിലെ ലൈറ്റല്ലേ ഫ്രണ്ടിലൊക്കെ ഉണ്ട് ഗൈസ്, ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ എന്തായാലും ഡിച്ചാണ് ഏതായാലും ക്യാമറ നൈസായിട്ട് പറ്റും. മഴയും പെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അയ്യോ ഗൈസ്, മഴ എത്തി പോയി ചെറുതായിട്ട്. നമുക്ക് ഇങ്ങോട്ട് അല്ലായിരുന്നു പോകണ്ടേ, നമുക്ക് ബാക്കിലേക്കായിരുന്നു പോകണ്ടേ. അയ്യോ ഇടിച്ചില്ല ഭാഗ്യ ഗൈസ്. നമ്മൾ പിന്നെ പ്രോ ഡ്രൈവറായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഗൈസ്. നമ്മൾ നേരെ വളച്ചെടുക്കുന്നുണ്ട്. കാനെ ചടിയാവില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് കറക്റ്റ് സമയത്ത് നമ്മളവിടെ വന്നപ്പോൾ സിഗ്നലായി. ഏതായാലും നമ്മൾ നിയമം പാലിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ എടുക്കേണ്ടി വരില്ലേ ഗൈസ്. അപ്പോൾ ഈ സിഗ്നൽ പറഞ്ഞക്കുള്ളിൽ ഞാൻ ഞങ്ങളുടെ വണ്ടിയുടെ ലൈറ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇതാണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലൊക്കെ ഫുള്ള് മോഡിഫൈഡ് സാധനമാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാം. കാരണം ലൈറ്റ് ഓഫ് സിഗ്നലായിട്ടുണ്ട്.
ലൈറ്റ് ഓൺ ആയി കിടന്നുകഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ലാഗും കാര്യങ്ങളൊക്കെ അടിക്കും. അതുകൊണ്ട് തന്നെ രാത്രിയായിട്ടാണ് ഇടാറുള്ളൂ. അയ്യോ അപ്പോൾ നമ്മൾ നൈസായിട്ട് വഴി തെറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങി പോകണ്ടേ, നമ്മൾ വേറെ വഴി പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഇനി പറക്കണ്ട ഗൈസ്, ഒരു ടോക്കിങ്ങും ഇല്ല. നമ്മൾ വിട്ടടിക്കുകയാണ്. അതിന് മുമ്പ് വണ്ടി കഴുകുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് ക്ലീനാക്കി ഇടുക. അത് വണ്ടി കഴുകുന്ന സ്ഥലമാണല്ലേ, അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് കഴുകിയിട്ട് വേഗം. വണ്ടി കഴുകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി നമ്മളിവിടെ കയറ്റി എടുക്കണം, എന്നാലാണ് കഴുകാൻ പറ്റുള്ളൂ. അയ്യോ ഗൈസ് ഇടിച്ചു. സീനില്ല ഗൈസ്, വണ്ടി കഴുകാൻ പോകും ഗൈസ്. മഴ നിന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴയത്തുനിന്ന് ഇപ്പോൾ മഴ നനഞ്ഞില്ലേ അപ്പോൾ എന്താ ക്ലീനാ വയ്ക്കുന്നത് ഗൈസ്. അതെനിക്കറിയില്ല കേട്ടോ, ഇതങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടിയുള്ള ഒന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഏറെ 20 രൂപക്ക് കൂടി കഴുകാണ് വണ്ടി. സെറ്റാണ് ഗൈസ്. പുള്ളി മുടി നമ്മളാണെങ്കിൽ വണ്ടി അവിടെ ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി തിളങ്ങി വന്നെ ഉണ്ടാകും ഗൈസ്. തിള കിടന്ന് തിളങ്ങാണ് ഗൈസ്. കിട്ടില്ലല്ലേ ഗൈസ്. നമ്മളാണെങ്കിൽ നേരെ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ പാർട്ട് 2 ഇറക്കണേ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്ര ഉള്ള വീഡിയോ, നമ്മളൊരു ചെറിയ ബസ് സിമുലേറ്റർ വീഡിയോ ഇടാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. കമൻറ്റ് ചെയ്താൽ അടുത്ത പാർട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.